കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 67ാമത് സംസ്ഥാന സമ്മേളനം നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നു. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് സംസ്ഥാനത്തിന് ഏറ്റവും കരുത്തുറ്റ ഒരു ഘടനയിൽ നിലനിർത്താൻ കഴിയേണ്ടതുണ്ട്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം. ആരോഗ്യ കേരളത്തിൻ്റെ പരിപാലനത്തിനും പരിരക്ഷണത്തിനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും കരുത്തും ശക്തിയുമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പദവിന്യാസങ്ങളിലും ഒന്നിച്ചു പോകേണ്ടവരാണ് ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ. സമ്മേളനത്തിന്റെ ഭാഗമായി ഗുണമേന്മയുള്ള മരുന്നുകൾ, പ്രതീക്ഷകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ കൃഷി മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യരംഗത്തുള്ള പാക്കേജ് പ്രാക്ടീസ് പോലെ തന്നെ സസ്യപരിപാലന രംഗത്തും അതുപോലെ തന്നെ മണ്ണ് പരിപാലന രംഗത്തും പ്രത്യേകിച്ച് സസ്യപരിപാലന രംഗത്തും അതിൽ പാലിക്കേണ്ട POP അനുസരിച്ച് ഒരു ചെടിക്ക് രോഗം വന്നാൽ അതിന് ഏത് തരത്തിലുള്ള കീടനാശിനിയാണെങ്കിൽ കീടനാശിനി ഏത് മരുന്നാണ് ഉപയോഗിക്കേണ്ടത്, ഏത് മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, ഏത് അളവിൽ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള POP നൽകുന്നുണ്ടെങ്കിൽ. ഫാർമസി കൌൺസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് സെമിനാറിൽ മോഡറേറ്ററായി. ഗവൺമെന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോഴിക്കോട്ടെ പ്രൊഫസർ CS മഞ്ജു വിഷയാവതരണം നടത്തി. KV സുധീഷ്, ഡോക്ടർ ശശിധരൻ K, ഡോക്ടർ ഡിവൈൻ D ഡാനിയൽ, K വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.